നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഫെബ്രുവരി മാസവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, നോട്ട്സ് എഴുതി തയ്യാറാക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ഭാരതരത്നം 2024 അല്ലേ? 2024 പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ജേതാക്കളെ കുറിച്ചെല്ലാം ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചേർത്ത് പഠിക്കേണ്ടതാണ് 2024 ഭാരതരത്നം ബഹുമതി. അവിടെ ഏറ്റവും നല്ല ചോദ്യം 2024 എത്ര പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? നല്ല ചോദ്യമായിരിക്കും. 5 പേർക്കാണ് 2024 എന്ത് കിട്ടിയിട്ടുള്ളത്? ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത്. ഭാരതരത്നത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർഷം 5 പേർക്ക് പുരസ്കാരം കൊടുക്കുന്നത്. ഒരു തവണ 4 പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വർഷം 5 പേർക്ക് ഭാരതരത്നം കൊടുത്തു എന്നുള്ള പ്രത്യേകത 2024 ഭാരതരത്ന ബഹുമതിക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാവുന്ന കാര്യമാണ്, 1954 ഭാരതരത്നം ബഹുമതി കൊടുത്തു തുടങ്ങിയത് അല്ലേ? അത് ആദ്യം നേടിയത് ആര് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി രാജഗോപാലാചാരി. 1954 3 പേർക്കാണ് ഭാരതരത്നം ലഭിച്ചത്. സി രാജഗോപാലാചാരി, സി വി രാമൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇവർക്ക് 3 പേർക്കാണ് 1954 ഭാരതരത്ന ബഹുമതി ലഭിച്ചത്. പക്ഷേ ആദ്യം വാങ്ങിച്ചത് സി രാജഗോപാലാചാര്യാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഭാരതരത്നം നേടിയ ആദ്യ ഭാരതീയൻ സി രാജഗോപാലാചാര്യാണെന്ന് പറയും. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഭാരതരത്നം ബഹുമതി നേടിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. 1971 ഭാരതരത്നം ബഹുമതി നേടിയ ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇതുവരെ എത്ര വനിതകൾക്ക് ഭാരതരത്നം ബഹുമതി കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 5 പേർക്കാണ് ഇതുവരെ ഭാരതരത്നം ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 53 പേർ ഇതിനോടകം ഭാരതരത്ന ബഹുമതി നേടിയിട്ടുണ്ട്. പക്ഷെ അതിൽ 5 പേർക്ക് മാത്രമാണ്, 5 വനിതകൾ മാത്രമേ അതിനകത്തുള്ളൂ. അതിൽ ആദ്യം വരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. രണ്ടാമത് 1980 നമുക്കറിയാം മദർ തെരേസയാണ്. പിന്നീട് വരുന്നത് അരുണ അസഫ് അലിയാണ്. പിന്നീട് വരുന്നത് ഒരു സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ. അപ്പോൾ ഇത്രയും പേർക്ക്, അതായത് 5 വനിതകൾക്ക് മാത്രമേ ഇതുവരെ ഭാരതരത്നം ലഭിച്ചിട്ടുള്ളൂ. 2024 ഭാരതരത്നം 5 പേർക്ക് പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് വനിതകൾ ആരുമില്ല എന്നുള്ളതും ശ്രദ്ധിച്ചു വയ്ക്കണം. ഭാരതരത്നം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നറിയാലോ? സച്ചിൻ തെണ്ടുൽക്കറാണ്. 40 വയസ്സിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ. ഭാരതരത്നം വാങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് DK കാർവെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഭാരതരത്നം നേടിയ 2024 നേടിയ ആ 5 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് MS സ്വാമിനാഥൻ. നമുക്കറിയാം അല്ലേ, 2023 സെപ്റ്റംബർ 28 മരണപ്പെട്ട ആളാണ് MS സ്വാമിനാഥൻ. മരണാനന്തരമാണ് അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. വേറൊന്ന് LK അദ്വാനി, ജീവിച്ചിരിപ്പുണ്ട്. BJPയുടെ സ്ഥാപകനാണ്, മുൻ ഉപപ്രധാനമന്ത്രിയാണ് LK അദ്വാനി. പിന്നെ അത് കഴിഞ്ഞിട്ട് PV നരസിംഹറാവു. മരണാനന്തരമാണ് അദ്ദേഹത്തിനും ഭാരതരത്നം ലഭിക്കുന്നത്. കർപ്പൂരി താക്കൂർ. നിങ്ങൾക്ക് ഒരു പക്ഷേ കർപ്പൂരി താക്കൂറിനെ അത്രയ്ക്ക് പരിചയം കാണത്തില്ല. ബീഹാറുകാരനാണ്. 2 തവണ ബീഹാറിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുത്തതിലുണ്ട് എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. കർപ്പൂരി താക്കൂർ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പേരാണ് കർപ്പൂരി താക്കൂർ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് അല്ലേ? അപ്പോൾ ഇപ്പോൾ 2 പ്രധാനമന്ത്രിമാർക്കാണ് കിട്ടിയത്. PV നരസിംഹറാവുവിന് കിട്ടിയിട്ടുണ്ട്, ചൗധരി ചരൺ സിംഗിന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഭാരതരത്നം നേടിയ ആദ്യ പ്രധാനമന്ത്രി ആരെന്നറിയാലോ? 1955 ഭാരതരത്നം നേടിയ ആദ്യ
പ്രധാനമന്ത്രി സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ്. ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ 5 പേർ ആരൊക്കെയെന്നുള്ളത് ഓർക്കുക. MS സ്വാമിനാഥൻ, LK അദ്വാനി, PV നരസിംഹറാവു, കർപ്പൂരി താക്കൂർ, ചൗധരി ചരൺ സിംഗ്. അതിലൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വയ്ക്കണം. LK അദ്വാനി ഭാരതരത്ന നേടുന്ന 50ാമത് വ്യക്തിയാണ്. ഒരു ക്രമം പറയുമ്പോൾ ഭാരതരത്ന നേടുന്ന 50ാമത് വ്യക്തിയാണ്. 49ാമത് വ്യക്തിയാണ് കർപ്പൂരി താക്കൂർ. അതായത് ഈ 5 പേരുകൾ ഒരു ദിവസമല്ല പ്രഖ്യാപിച്ചത്. ആദ്യം കർപ്പൂരി താക്കൂറിൻ്റെയാണ് പ്രഖ്യാപിച്ചത്, പിന്നീടാണ് LK അദ്വാനിയുടെ പേര് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കർപ്പൂരി താക്കൂർ 49ാമത് വ്യക്തിയാണ്, LK അദ്വാനി 50ാമത് വ്യക്തിയാണ്. 50 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് മാത്രം ആ ചോദ്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 50ാമത് വ്യക്തിയാണ് LK അദ്വാനി. ആദ്യം പറഞ്ഞ ആരുടെ പേരാണ്? MS സ്വാമിനാഥൻ അല്ലേ? MS സ്വാമിനാഥൻ ശരിക്കും മലയാളിയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ വേരുകളുള്ള ഒരാളാണ്. പക്ഷേ ഭാരതരത്ന അവാർഡിൻ്റെ കാര്യം പറയുമ്പോൾ അത് തമിഴ്നാടിൻ്റെ ക്രെഡിറ്റിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ മലയാളിയാണ് എന്ന് പറയും അല്ലേ? ഭാരതരത്നം നേടി ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ് പറയുന്നത്? MGR ആണ്. ഭാരതരത്നം നേടുന്ന ആദ്യ മലയാളി MGR ആണ് അല്ലേ? നമുക്കറിയാം MGR തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വേരുകൾ എവിടെയാണ്? പാലക്കാടാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പറയും ഭാരതരത്ന നേടുന്ന ആദ്യ മലയാളിയാണ് MGR എന്ന് പറയും. MGRന് ശേഷം ഭാരതരത്ന നേടിയ 2ാമത്തെ മലയാളി എന്ന് പറയാം. ആരെ? MS സ്വാമിനാഥനെ. MS സ്വാമിനാഥൻ്റെ സ്ഥലം നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ വേരുകളൊക്കെ ഉള്ളത് എവിടെയാണ്? അത് വരുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശത്താണ് അല്ലേ? മങ്കൊമ്പ് ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ്റെ കാര്യം പറയുമ്പോൾ ഓർത്തു വയ്ക്കണം, അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം, പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതായത് പത്മ അവാർഡുകളെല്ലാം ആർക്ക് കിട്ടിയിട്ടുണ്ട്? MS സ്വാമിനാഥന് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു വയ്ക്കേണ്ട പോയിൻ്റാണ്. ആ രീതിയിൽ പരീക്ഷയ്ക്ക് മുമ്പൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ആർക്ക് കിട്ടിയിട്ടുണ്ട്? MS സ്വാമിനാഥന് കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണെന്നറിയാം അല്ലേ? ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ഇന്ത്യയിൽ വലിയ ക്രെഡിബിലിറ്റിയുള്ള ശാസ്ത്രരംഗത്ത് നൽകുന്ന ഒരു പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം. അത് ആർക്ക് ലഭിച്ചിട്ടുണ്ട്? MS സ്വാമിനാഥന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഷ്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട്, രമൺ മഗ്സാസെ പുരസ്കാരം. ഫിലിപ്പീൻസ് ആണ് നൽകുന്നതെന്ന് നമുക്കറിയാം. രമൺ മഗ്സാസെ പുരസ്കാരം അതും ആര് നേടിയിട്ടുണ്ട്? MS സ്വാമിനാഥൻ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അദ്ദേഹം മരണപ്പെട്ട ദിവസം കൂടി ഓർത്തു വയ്ക്കുക. കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് അത് ചോദിക്കാൻ കൊള്ളാം. 2023 സെപ്റ്റംബർ 28 നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തോട്ട് വരാം. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 2024 പ്രഖ്യാപിച്ചത്. 2023 പുരസ്കാരം 2024 പ്രഖ്യാപിച്ചത്. ഈ നമ്പർ നോക്കി വെക്കുക. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം. 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരവും ചോദിക്കാൻ സാധ്യതയുണ്ട്. 57ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്പർ ശ്രദ്ധിച്ചു വെക്കുക. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒരാളല്ല, 2 പേരാണ്. ഇപ്പോൾ ഭാരതരത്നയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്തൊരു കൗതുകം ഉണ്ടായിരുന്നു. 5 പേർക്ക് ഈ വർഷം ലഭിച്ചു എന്നുള്ള കൗതുകം. അതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് ജ്ഞാനപീഠ പുരസ്കാരം ഒരു വർഷം എത്ര പേർക്ക് കിട്ടുന്നു? 2 പേർക്ക് കിട്ടുന്നു. ഇത്തവണ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ 2 പേർക്കാണ് ലഭിച്ചത്. അതിലൊരാൾ ഗുൽസാർ ആണ്. അറിയപ്പെടുന്ന ബോളിവുഡ് പാട്ടെഴുത്തുകാരനാണ് ആര്? ഗുൽസാർ. ഹിന്ദി ഉറുദു കവിയാണ്. സ്ലം ഡോഗ് മില്ലിനിയർ എന്ന് പറയുന്ന സിനിമയിലെ ഗാനത്തിന്, അല്ലെങ്കിൽ ആ ഗാനം രചിച്ചതിന് അദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഹിന്ദി ഉറുദു കവിയായിട്ടുള്ള ബോളിവുഡ് ഗാനരചയിതാവായിട്ടുള്ള ഗുൽസാറിന് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. വേറൊരാൾ ജഗദ്ഗുരു രാം ഭദ്രാചാര്യ അറിയപ്പെടുന്ന ഒരു സംസ്കൃത പണ്ഡിതനാണ് ആര്? ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. അപ്പോൾ 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്
ഇവർ രണ്ടു പേർക്കുമാണ്. ഇവിടെ ശ്രദ്ധിക്കണം, 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ദാമോദർ മൗസോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം, അതായത് 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോയാണ്. 2023 കറണ്ട് അഫയേഴ്സിനകത്ത് വരും, കൊങ്കിണി സാഹിത്യകാരൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് പേരുകൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് നമുക്ക് വരാം. പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബിൽ. അന്യായ മാർഗങ്ങൾ തടയൽ ബിൽ. പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബിൽ ലോക്സഭ ഈ അടുത്ത കാലത്ത് പാസാക്കി. നമുക്കറിയാവുന്ന കാര്യമാണ്, പരീക്ഷകളിലൊക്കെ കോപ്പിയടിയും മറ്റു പല കുൽസിത മാർഗങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം, അല്ലേ? SSC നടത്തുന്ന, UPSC നടത്തുന്ന പരീക്ഷകളിൽ അന്യായമായ രീതിയിലൂടെ പരീക്ഷ എഴുതുന്നതിനോ അല്ലെങ്കിൽ ഫലം നേടുന്നതിനോ വേണ്ടി ശ്രമിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബില്ലാണ്. അതുമാത്രമല്ല, നീറ്റ് പോലുള്ള JEE പോലുള്ള എൻട്രൻസ് പരീക്ഷകളിൽ ഇത്തരം മാർഗങ്ങൾ പ്രയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ആ ബില്ലാണ് പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബിൽ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ചും മത്സര പരീക്ഷകളിൽ. അപ്പോൾ പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബിൽ ലോക്സഭയിൽ പാസാക്കിയത് എന്നാണ്? ലോക്സഭ പാസാക്കിയത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 6 പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബിൽ ലോക്സഭ പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 6 അത് ഫെബ്രുവരി 5 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഫെബ്രുവരി 6 അത് പാസാക്കി. അത് അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി, പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയായിട്ടുള്ള ജിതേന്ദ്ര സിംഗ് ആണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ച മന്ത്രിയുടെ പേര് കൂടി ഓർത്തു വയ്ക്കുക, ജിതേന്ദ്ര സിംഗ്. പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഫെബ്രുവരി 5 ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഈ ബില്ല് ഫെബ്രുവരി 6 എന്ത് ചെയ്തു? ലോക്സഭ പാസാക്കി. ആ ഡേറ്റ് പ്രധാനമാണ്, ഫെബ്രുവരി 6. അപ്പോൾ ഏതാ ബില്ല്? പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബില്ല്. അപ്പോൾ SSC പരീക്ഷയുടെ കാര്യം പറഞ്ഞു, UPSC, പിന്നെ അത് കഴിഞ്ഞിട്ട് ദേശീയ തലത്തിലുള്ള എൻട്രൻസ് പരീക്ഷകൾ, അവിടെയൊക്കെ ഏതെങ്കിലും കൃത്രിമ മാർഗങ്ങളിലൂടെ ഫലം നേടാമെന്ന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ആ മാർഗങ്ങളിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട് നിയമം ശക്തമാക്കിയതാണ് ഈ ബില്ല്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കേസുകൾ, ഈ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളോ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് ആരായിരിക്കണം എന്നുകൂടി ബില്ലിൽ പറയുന്നുണ്ട്. DYSP അല്ലെങ്കിൽ ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം ഇത്തരം കേസുകൾ അന്വേഷിക്കേണ്ടത് എന്നും ബില്ലിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കടുത്ത ശിക്ഷയും ഈ പറഞ്ഞ ബില്ലിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പം DYSP റാങ്കിലുള്ള ACP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വേണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്ന കേസുകൾ അന്വേഷിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ഫെബ്രുവരിയിൽ ലോക്പാലിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, നല്ല ചോദ്യമാണ്. ലോക്പാൽ, അല്ലേ? ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ആര്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, പോയിന്റാണ്, ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ഒരു ആത്മകഥയാണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു നിയമജ്ഞൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ആരുടെ ആത്മകഥയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഒരു പക്ഷേ ഇത്രയും നാളും അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ വരുന്ന പരീക്ഷകൾക്ക് അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ഏത് നിയമജ്ഞൻ്റെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ്. ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്? ഇദ്ദേഹം 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ടു. 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട വളരെ പ്രസിദ്ധനായിട്ടുള്ള നിയമജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ
ഫാലി എസ് നരിമാനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഇവിടെ വേറൊരു കാര്യം കൂടി, നമ്മൾ 2023 കറണ്ട് അഫയേഴ്സ് പഠിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പരിചയപ്പെട്ടിരുന്നു. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചാലും ഫാലി എസ് നരിമാൻ്റെ കൃതിയാണ്. അപ്പോൾ ഇവിടെ ഫാലി എസ് നരിമാൻ്റെ കാര്യം പറയുമ്പോൾ അത് അത്ര ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ഭരണഘടനയൊക്കെ പഠിക്കുന്ന സമയത്ത് ഗോലക് നാഥ് കേസ് എന്ന് പറഞ്ഞ കേസ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ മിനർവ മിൽ കേസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താവുന്ന ഒരു കേസാണ് മിനർവ മിൽ കേസ്, ഗോലക് നാഥ് കേസ്. ഈ പറഞ്ഞ കേസുകളിൽ വാദിച്ച വക്കീലാണ് ആര്? ഫാലി എസ് നരിമാൻ. അദ്ദേഹമാണ് 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, അല്ലേ? അപ്പോൾ അത് മറക്കാതെ മെമ്മറിയിൽ സൂക്ഷിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പങ്കജ് ഉദാസ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കലാകാരനാണ് പങ്കജ് ഉദാസ്. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 2024 ഫെബ്രുവരിയിൽ മരണപ്പെട്ട പങ്കജ് ഉദാസ് ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് എന്ന് ചോദിക്കും. ഗസൽ ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യകർത്താവ് അദ്ദേഹത്തിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചോദ്യം വരും, അല്ലേ? ഈ അടുത്ത കാലത്ത് സച്ചിൻ ടെണ്ടുൽക്കറെ എത്ര റൺസ് നേടി എന്നൊരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം എത്ര റൺസ് നേടി എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് എങ്കിൽ പങ്കജ് ഉദാസ് ഏത് മേഖലയിൽ പ്രസിദ്ധൻ? ഗസൽ ഗായകനാണ്. ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് വരാം. ഒരു തുരങ്കമാണ് റെയിൽവേ തുരങ്കം T50. എന്താണ്? T50. ടണൽ 50 എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് T50. അതെന്താണ്? അതൊരു റെയിൽ തുരങ്കമാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണ് T50. ഇതെവിടെയാണെന്ന് അറിയാമോ? ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് T50 എന്നാണ്. ഭാവിയിൽ ആരുടെയെങ്കിലുമൊക്കെ പേര് കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് വരും. അത് അപ്പോഴേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? T50 ആണ്. ഇതെവിടെയാണ്? ഇത് ജമ്മു കാശ്മീരിലാണ്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള ആ റെയിൽ പാതയിലാണ് ഈ പറഞ്ഞ തുരങ്കം ഉള്ളത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തു വയ്ക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന അവസരത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം എന്ന് പറയുന്നത് മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടൽ പാലമാണ് അടൽ സേതു പാലം, അല്ലേ? അടൽ സേതു പാലം അല്ലെങ്കിൽ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പറഞ്ഞത്? മുംബൈയും നവി മുംബൈയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടൽ സേതു പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഏതാണ്? കടൽ പാലം, അല്ലേ? അതേസമയം ഒരു നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഒരു നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ജോഗ്രഫി ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കണം. അത് ഏതാണ്? ഭൂപൻ ഹസാരിക പാലം. ഏതാണ്? ഭൂപൻ ഹസാരിക പാലം, അല്ലേ? ഭൂപൻ ഹസാരിക പാലം എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആസാമിലാണ്. ആസാമിൽ എന്ന് പറയുമ്പോൾ ഒരു നദിക്ക് കുറുകയാണല്ലോ. അപ്പോൾ ആ നദി ഏതെന്നും കൂടി ഓർത്തു വയ്ക്കണം. ഏതാണ് ആ നദി? ലോഹിത് നദി, അല്ലേ? ലോഹിത്. ലോഹിത് എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഹിത് നദിയുടെ കുറുകെയുള്ള പാലമാണ് നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം, അല്ലെ? അതാണ് ഏത്? ഭൂപൻ ഹസാരിക പാലം. ഇതിപ്പോൾ ഏറ്റവും നീളം കൂടിയ റെയിൽ തുരങ്കമാണ് ജമ്മു കാശ്മീരിലെ T50. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് വരാം. യു എയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് കാർഡ് സംവിധാനം. യു എയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് കാർഡ് സംവിധാനം. അതിൻ്റെ പേരാണ് ഏത്? ജയ്വാൻ. എന്താണ്? ജയ്വാൻ, അല്ലേ?
നമ്മളിപ്പോൾ എന്താണ് ട്രാൻസാക്ഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? കാർഡുകൾ ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ പേയ്മെൻ്റ് ആണ് കൂടുതലും ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഏത് കുഞ്ഞ് ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മളിപ്പോൾ എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റിനുള്ള സൗകര്യം മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് അത് ചെയ്യുന്നുമുണ്ട് അല്ലേ. അതുപോലെ ഏതാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് കാർഡ് സംവിധാനം, UAEയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് കാർഡ് സംവിധാനം. അതിൻ്റെ പേരെന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ജയ്വാനാണ് അല്ലേ. ഇന്ത്യയുടെ UPI ഇൻ്റർഫേസിലാണ്, അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസിലാണ് ഈ പറഞ്ഞ കാർഡ് സംവിധാനം റുപ്പേ കാർഡ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ UPI ഇൻ്റർഫേസിലാണ് ഏത് കാർഡ്? ഈ ജയ്വാൻ കാർഡ് എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് കാർഡ് സംവിധാനം ജയ്വാൻ ഏത് രാജ്യത്തിൻ്റെയാണ്? UAE. ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ നല്ല ഒരു പോയിന്റാണ് ആഗോള അഴിമതി സൂചിക. ആഗോള അഴിമതി സൂചിക പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം, ആഗോള അഴിമതി സൂചിക പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഡെൻമാർക്കാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഇതുപോലത്തെ ചോദ്യം ഈ അടുത്ത കാലത്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വയ്ക്കുക. ആഗോള അഴിമതി സൂചികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യം, അതായത് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡെൻമാർക്കാണ്. അവിടെ ചോദിക്കാൻ സാധ്യത അങ്ങനെയല്ല, വേറെ രീതിയിലായിരിക്കും. അഴിമതി സൂചിക പ്രകാരം ഇന്ത്യയുടെ റാങ്ക്, ആഗോള അഴിമതി സൂചിക പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്ര എന്ന് ചോദിച്ചാൽ അത് 93. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടുകളുടെ ഒരു ലിസ്റ്റ്, അതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ആ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് അത് ഫ്രാൻസിൻ്റെ പാസ്പോർട്ടാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് ഏതാണ്? അത് ഫ്രാൻസിൻ്റെ പാസ്പോർട്ടാണ്. ഇന്ത്യയുടെ പാസ്പോർട്ട് ആ പറഞ്ഞ ടേബിളിൽ എത്രാമതാണ്? 85ാമതാണ്. അപ്പോൾ ആഗോള അഴിമതി സൂചിക പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 93. ആ പറഞ്ഞ പട്ടികയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ മുൻപന്തിയിൽ വരുന്നത് ഏതാണ്? ഡെൻമാർക്കാണ്. അതേസമയം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിൻ്റെ പാസ്പോർട്ടാണ്. ആ പട്ടികയിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് വരുന്നത് 85ാമതാണ് എന്നുള്ളത് ഓർക്കണം. കഴിഞ്ഞ വർഷം അത് 84ാമതായിരുന്നു. ഇത്തവണ നമ്മൾ ഒരു സ്ഥാനം പിറകോട്ട് പോയി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം ഫെബ്രുവരി മാസത്തിലെ 2-ാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനം അല്ലേ. ഫെബ്രുവരി മാസത്തിലെ 2-ാം തീയതിയാണ് ലോക തണ്ണീർത്തട ദിനം. അപ്പോൾ അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വർഷം 2024 ഫെബ്രുവരി 2 അതായത് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം 2024 പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, തണ്ണീർത്തടങ്ങളും മനുഷ്യൻ്റെ സുസ്ഥിതിയും, തണ്ണീർത്തടങ്ങളും മനുഷ്യൻ്റെ സുസ്ഥിതിയും, ഹ്യൂമൻ വെൽബീയിങ് അല്ലേ. വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, 2023 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയവും ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ എന്നുള്ളതാണ് 2023 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ, അതായത് തണ്ണീർത്തടങ്ങളെ പുനഃസ്ഥാപിക്കാം എന്നുള്ളതാണ് 2023 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. അതേസമയം 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഷഹബാസ് ഷരീഫ് അല്ലേ, പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി നിയമിക്കപ്പെട്ട ആളാണ് ആര്? ആസിഫ് അലി സർദാരിയാണ്. പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആരാണ്? ആസിഫ് അലി സർദാരിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സാധാരണഗതിയിൽ ഇത് ചോദിക്കുമ്പോഴെല്ലാം പിള്ളേർ പ്രതീക്ഷിക്കുന്ന ചോദ്യമൊക്കെ തന്നെയാണ്, പക്ഷെ സമയമാവുമ്പോൾ തിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആരാണ് പ്രസിഡന്റ്, ആരാണ് പ്രധാനമന്ത്രി എന്നുള്ളതിൽ ഒരു
ഒരു വ്യക്തത വരുത്തുക. സർദാരിയാണ് എന്ത്? പ്രസിഡന്റ്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് സർദാരിയാണ്. അതേസമയം ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക, സർദാരി പ്രസിഡന്റാണ് എന്ന് ഉറപ്പിക്കുക. പ്രസിഡന്റ് രാഷ്ട്രപതി അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഒലെഗ് കോനോനെങ്ക. എന്താണ്? ഒലെഗ് ഡിമിട്രിവിച്ച് കോനോനെങ്ക, റഷ്യക്കാരനാണ്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രാധാന്യം? ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നിലവിൽ ആർക്കാണ്? ഇദ്ദേഹത്തിനാണ്. ഒലെഗ് കോനോനെങ്ക. ഒലെഗ് കോനോനെങ്ക ശ്രദ്ധിച്ചു വെക്കുക. ഒലെഗ് കോനോനെങ്ക എവിടുത്തുകാരനാണ്? റഷ്യക്കാരനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്നുള്ള റെക്കോർഡ് നിലവിൽ ആർക്കാണെന്ന് ചോദിച്ചാൽ ഒലെഗ് കോനോനെങ്കയ്ക്കാണ് അല്ലേ. വല്ലാത്തൊരു പേര് അല്ലേ. അങ്ങനെ ഓർത്താലും മതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. അടുത്ത ഒരു പോയിന്റും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. കൗതുകമുണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. ആദ്യമായിട്ട് ചന്ദ്രനിലിറങ്ങിയ സ്വകാര്യ പേടകം അല്ലേ. അതായത് അമേരിക്കയിൽ ഒരു കമ്പനി ഇറക്കിയ പേടകമാണ്. അപ്പോൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് എന്താണ് ഒരു സ്വകാര്യ പേടകം എന്ത് ചെയ്യുന്നു? ലാൻഡ് ചെയ്യുന്നു. ആ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ് അല്ലേ. അപ്പോൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ആദ്യത്തെ സ്വകാര്യ പേടകം ഒരു US കമ്പനി വിക്ഷേപിച്ച പേടകമാണ്. ഏതാണ്? ഒഡീസിയസ്. അവിടെ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. ന്യൂ ജേഴ്സി സ്റ്റേഡിയം. ന്യൂ ജേഴ്സി സ്റ്റേഡിയം എവിടെയാണ്? ന്യൂ ജേഴ്സി സ്റ്റേഡിയം ന്യൂയോർക്ക്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അടുത്ത ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിലാണ്. അടുത്ത ഫിഫ വേൾഡ് കപ്പ് അതിൻ്റെ ഫൈനൽ മത്സരം നടക്കുന്നത് എവിടെയാണ്? ന്യൂ ജേഴ്സി സ്റ്റേഡിയം ന്യൂയോർക്കിലാണ് അല്ലേ. അടുത്ത ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് എന്ന് നമുക്കറിയാം. USA, മെക്സിക്കോ, കാനഡ. USA, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ് അടുത്ത ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൻ്റെ ഫൈനൽ മത്സരത്തിൻ്റെ വേദിയായി നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂ ജേഴ്സി സ്റ്റേഡിയം ന്യൂയോർക്കാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കണം. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടു വരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. അത് നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാം. അപ്പോൾ നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിലൂടെ ലഭിക്കും, അല്ലെങ്കിൽ ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലൂടെ ലഭിക്കും. നോട്ട്സ് നന്നായിട്ട് നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ട്സൊക്കെ വായിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം പതിയും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.